റയർ എർത്ത് മെറ്റൽസ് അഥവാ അപൂർവ ഭൗമ ധാതുക്കൾ. ഇതിൽ ചൈനയാണ് ലോകത്ത് അപ്രമാദിത്വം പുലർത്തുന്നത്. നമുക്കറിയാം, അമേരിക്ക പോലും ഈ കാര്യത്തിൽ ചൈനയുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ റയർ എർത്ത് മെറ്റൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഡിഫൻസിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നതിൽ, സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിലെല്ലാം തന്നെ ഈ റയർ എർത്ത് മെറ്റൽസിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇപ്പോഴിതാ ചൈനയുടെ ആ റയർ എർത്ത് മെറ്റൽസിന്റെ ആധിപത്യം, അവരുടെ ആ ഒരു അപ്രമാദിത്വം അവസാനിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയുടെ സഖ്യകക്ഷി കടലിൽ നിധി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ലോകത്തിലെ സാങ്കേതിക വിദ്യയും ആധുനിക യുദ്ധവും അപൂർവ ഭൂമി ലോഹങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവ ഇതുവരെ ചൈനയുടെ ഏകപക്ഷീയ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡ്രാഗൺ ഈ കുത്തക തകർക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഡ്രാഗന്റെ കുത്തക തകരാൻ പോകുന്നു. 2025 ചൈന ഏർപ്പെടുത്തിയ നിരോധനത്തിന് ശേഷം ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള ജപ്പാൻ ഒരു വലിയ ചുവടുവെപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇതിൽ ബീജിംഗിൽ ഒരു കോലാഹലം ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ വിലയേറിയ ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ ഒരു വലിയ ജാപ്പനീസ് കപ്പൽ പുറപ്പെട്ടു. അതിനായി ലോകം ഇതുവരെ ചൈനയാണ് ആശ്രയിച്ചിരുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജാപ്പനീസ് പരീക്ഷണ കപ്പലായിട്ടുള്ള ചിക്യു ടോക്കിയോയിൽ നിന്ന് ഏകദേശം 1900 കിലോമീറ്റർ അകലെയുള്ള മിനാമിറ്റോറി ദ്വീപിലേക്ക് പോവുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 6 കിലോമീറ്റർ താഴെ പോയി അവിടെയുള്ള ചെളി ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്ന സങ്കീർണമായ ദൗത്യമാണ് ഈ കപ്പലിനുള്ളത്. എന്തായാലും കപ്പലിന്റെ ഉപരിതലത്തിൽ ചെളിയിൽ അപൂർവ ലോഹങ്ങളുടെ വലിയൊരു ശേഖരം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കടലിലേക്ക് ഇത്രയും ആഴത്തിൽ പോയ ശേഷം ചളി പരീക്ഷിക്കുന്നത് ലോകത്താദ്യമായിരിക്കും. 130 പേരടങ്ങുന്ന ഒരു സംഘവും ഗവേഷകരുടെ ഒരു സംഘവും ഈ സ്ഥലത്തുണ്ട്. ഫെബ്രുവരി 14 ഈ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം അവർ തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ദൗത്യം വിജയിച്ചാൽ വലിയ രീതിയിലുള്ള ആശ്വാസമായിരിക്കും ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് കിട്ടുക. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ അടിമ രാജ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.